ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആക്രമണമാണ് ഇറാൻ ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയത്. ഒരു രാജ്യം മുഴുവനും ബങ്കറിൽ ഒളിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് ചില മീഡിയകൾ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഒരു രാജ്യത്തിന് നേരെ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. എല്ലാ പ്രതിരോധങ്ങളും തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് ആക്രമണം ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തുള്ളതും ശക്തിയുള്ളതുമാണ്. അമേരിക്ക അടങ്ങുന്ന യൂറോപ്യൻ വിഭാഗത്തിന്റെ ഭീഷണിക്കൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്. എയർപോർട്ട്, സീപോർട്ട്, സൈനിക കേന്ദ്രം, മൊസാദിന്റെ കേന്ദ്രം ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണത്തിൽ 90% ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇറാൻ അവകാശപ്പെട്ടു. എന്നാൽ തങ്ങൾക്ക് വേണ്ട വിധം പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ അതിന് മറുപടി നൽകുന്നത്. സാധാരണ ഇസ്രായേൽ മറുപടി നൽകാറുള്ളതും അങ്ങനെ തന്നെയാണ്. അക്രമത്തിന്റെ ഭീതിജനകമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ മോചിതരായിട്ടില്ല എന്നുള്ളതാണ്. അരമണിക്കൂർ മുൻപെയാണ് ഈ ആക്രമണം നടത്തുന്നതിന്റെ അരമണിക്കൂർ മുൻപെയാണ് അമേരിക്ക ഇസ്രായേലിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവരം നൽകിയിരിക്കുന്നത്. ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂർ മുമ്പ് ഇസ്രായേലിന്റെ ഇന്റലിജൻസിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം ഇസ്രായേൽ നൽകുകയും ഇസ്രായേൽ അവിടുത്തെ ജനങ്ങളോട് ജാഗരൂകരായിരിക്കാനും ബങ്കറുകൾ ഒളിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. ആ രാജ്യം മുഴുവനും ബങ്കറിൽ ഒളിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. വല്ലാതൊന്നും വൈകുന്നതിന് മുൻപ് തന്നെ ഏകദേശം 200ഓളം ബാലിസ്റ്റിക് മിസൈലാണ് തെല്ലവീവിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഇസ്രായേലിന്റെ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ പതിച്ചത്. അതിശക്തമായിരിക്കുന്ന സ്ഫോടനത്തിന്റെ ശബ്ദം കിലോമീറ്ററോൾ വൈദൂരത്തിൽ കേട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയുടെ നേരെയും അതേപോലെ സ്കൂളിന്റെ നേരെയൊക്കെ നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒക്കെ അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നുണ്ട്. അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടായിട്ട് കാണുന്നില്ല. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിരിക്കുകയാണ് അമേരിക്കയും. കാര്യം എന്ന് പറയുന്നത് പരമാവധി ഇസ്രായേലിന് വലിയ മെജോറിറ്റിയുള്ള വിജയമാണ് ഈ ഏതാനും ആഴ്ചകൾക്കിടയിൽ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. ഹമാസിന്റെ നേതാവിനെ ഇറാനിൽ കൊലപ്പെടുത്തിയതോടനുബന്ധിച്ച് പിന്നീടുള്ള മുന്നേറ്റങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിരിക്കുന്ന മുന്നേറ്റമായിട്ട് അവർ തന്നെ വിശേഷിപ്പിക്കുന്നു. അതിൽ ആകാശ യുദ്ധത്തിൽ പ്രതിരോധം തകർന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ നേരിട്ടത് ലെബനാനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹിസ്ബുള്ള തലവനെയും അവരുടെ 20ഓളം കമാൻഡർമാരെയും ഏതാനും സൈനികരെയും ഒരേ സമയത്ത് തന്നെ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയത് അഭിമാനകരമായ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. പിന്നീട് കരയുദ്ധം ആരംഭിച്ചു. അത് ഏകദേശം 500ഓളം വലിയ ടാങ്കറുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമത്തിനാണ് ആരംഭം കുറിച്ചത്. അതിർത്തി കടന്ന് ലെബനാന്റെ മധ്യഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടക്കുകയാണ്. താൽക്കാലികപരമായിരിക്കുന്ന ഒരു യുദ്ധം, അതായത് വലിയ ശക്തമായിരിക്കുന്ന അക്രമം തങ്ങൾ നടത്തുന്നില്ല, ഹിസ്ബുള്ള ഗ്രൂപ്പിനെ കേന്ദ്രീകരിച്ചുള്ള അക്രമം മാത്രമാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ മുന്നേറ്റം നടത്തുന്നതിനിടയിലാണ് ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായത്. അതോടുകൂടി അമ്പരന്നിരിക്കുന്നു സൈനികരും സംവിധാനങ്ങളും സർക്കാരും. ഇസ്രായേൽ തന്നെ ഞെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം UN സഭയിൽ പോലും ഇറാനെയും മിഡിൽ ഈസ്റ്റ് ഭാഗത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ ഓരോരോ കാര്യം പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഒരു ഫലം ഉണ്ടായിട്ടില്ല, ഒരു ഭീഷണിപ്പെടലും ഇറാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. മാത്രവുമല്ല മൊസാദ് ഇവിടെയും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള രഹസ്യ അന്വേഷണ വിഭാഗമായിട്ടും രാജ്യത്തിന്റെ പുറത്ത് ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും വിഷയകാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചുകൊണ്ട് ആ രഹസ്യങ്ങൾ ചോർത്താൻ മാത്രം ശക്തിയുള്ള വിഭാഗമാണ് മൊസാദ് എന്ന് പറയുന്ന വിഭാഗം. ഈ മൊസാദിന് എന്തായിട്ടില്ല, ഈ അക്രമത്തെ മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചില്ല. ഏതുപോലെ ഒക്ടോബർ 7-ാം തീയതി ഈ ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിക്കാത്ത വിഭാഗമാണ് മൊസാദ് എന്ന് വലിയ രീതിയിൽ പൈ കേൾക്കേണ്ടി വന്നിരുന്നു. പിന്നീട് ഈ ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു. അവിടെ ഒറ്റുകാരുണ്ടായിരുന്നു, ഒറ്റുകാർ കൃത്യമായ ലക്ഷ്യം കാണിച്ചു കൊടുത്തു. ഹിസ്ബുള്ളയുടെ തലവൻ
താമസിക്കുന്ന അല്ലെങ്കിൽ അവർ മീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ബിൽഡിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായിരിക്കുന്ന ബങ്കർ സ്ഫോടനങ്ങൾ നടത്തുന്നത്. അങ്ങനെ അവർ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നു. അത് ഡസൻ കണക്കിന് ആൾക്കാർ അതിന്റെ മേധാവിത്വമുള്ള ക്യാപ്റ്റന്റെ റാങ്കിലുള്ളവർ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഈ ഫലസ്തീൻ നേതാവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ നേതാവ് അവിടെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടും ഇതിന് സമാനമായിരിക്കുന്ന ഒറ്റയായിരുന്നു അവിടെ നടന്നത്. അപ്പൊ അതില് ഓരോരോ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് ഇസ്മായിൽ അനിയ എവിടെ താമസിക്കുന്നു, ഏത് ബിൽഡിങ്ങിലാണ്, ഈ റൂം ഏതാണ് എന്നുള്ള കാര്യങ്ങൾ പോലും ചോർന്നു പോയിരിക്കുന്നു. ആ ചോർച്ച ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ ആക്രമിക്കുന്നു. അങ്ങനെ അയാൾ മരണപ്പെടുന്ന വിവരങ്ങളും പുറത്തു വന്നു. പക്ഷേ ഇപ്പോൾ അത് സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യമാണ്. ഇസ്രായേൽ ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഇത്ര സൂക്ഷ്മമായ രീതിയിലുള്ള 2 കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടി അതിശക്തമായിരിക്കുന്ന പ്രയോഗങ്ങൾ നടത്തി വിജയിച്ച മൊസാദിന് ഇസ്രായേൽ എന്ന് പറയുന്ന തങ്ങളുടെ രാജ്യത്തേക്ക് 200ഓളം മിസൈലുകൾ പായിക്കാനുള്ള ഇറാന്റെ തന്ത്രത്തെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത് വീണ്ടും അവർക്ക് നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ ഇന്റലിജൻസ് ആണ് വിവരം നൽകിയത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഭയന്ന് വിറച്ച രാത്രിയാണ് ഇന്നലെ കടന്നുപോയത്. ഇറാൻ തന്നെ ഏറ്റവും ഒടുവിൽ തങ്ങൾ താൽക്കാലികപരമായി ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി പ്രത്യാക്രമണം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിനേക്കാൾ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവൂ എന്നുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇസ്രായേൽ ഇറാനിലേക്ക് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് ആ ഭയപ്പാടൊന്നും യഥാർത്ഥത്തിൽ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആ രാജ്യത്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തൊക്കെ വളരെ രീതിയിലുള്ള സൂക്ഷ്മ നിരീക്ഷണ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇറാന് ഇസ്രായേലിനെ ആക്രമിച്ചത് ജോർദാന്റെ ആകാശത്തു കൂടിയാണ് എന്നതുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ നടക്കുന്നു. ജോർദാൻ ഇതിന് അറിയാമായിരുന്നു, അല്ലെ ജോർദാൻ ഇതിന് അനുവാദം നൽകിയിരുന്നു, ഈ മുന്നറിയിപ്പുകൾ തങ്ങൾക്ക് നൽകിയില്ലായിരുന്നു എന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ജോർദാനും ഇസ്രായേലും തമ്മിൽ അല്ലെങ്കിൽ ജോർദാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. പക്ഷെ അതിനൊന്നും ഈ ജോർദാന് മറുപടി നൽകിയിട്ടില്ല. അതിന് അവർ പറയുന്ന കാര്യം മുൻപ് 100-ലധികം മിസൈലിനെ പ്രതിരോധിച്ചത് തങ്ങളുടെ ഭൂമിയിൽ വെച്ചാണ്. അപ്പൊ ഈ സിറിയയിൽ വെച്ച് ഇറാന്റെ എംബസി തകർത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്ന ഇസ്രായേലിലേക്ക് അതിനെ പ്രതിരോധിച്ചത് ജോർദാനിൽ വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് വിവരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു, അത് ചെയ്തിട്ടില്ലേ എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ ജോർദാന്റെ ഭാഗത്ത് മറുപടി വന്നതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ഇതൊന്നും കൃത്യമായ രീതിയിൽ ഏകോപിച്ചുള്ള റിപ്പോർട്ടായിട്ടൊന്നും അല്ല, അഭിപ്രായങ്ങളായിട്ട് പറയപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബങ്കറുകളിൽ സ്ഥിരമായ രീതിയിൽ താമസിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ ജനതയ്ക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആ രാജ്യം ഭയന്ന് വിറച്ചിരിക്കുന്നു, പ്രതിരോധം തകർന്നിരിക്കുന്നു, അവിടെ സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയായി മാറിയിരിക്കുന്നു. തെല്ലവീവിന്റെ സർവ്വ മേഖലയും തീഗോളമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ആശങ്കയുടെ 2 മണിക്കൂർ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ 2 മണിക്കൂറിനിടയിലാണ് 200ഓളം മിസൈൽ, 180 മിസൈൽ എന്ന് പറയുന്നുണ്ട്, 200 എന്നും പറയുന്നുണ്ട്. ഇത്രയും മിസൈലുകളൊക്കെ അവിടെ പതിച്ചത് നാശനഷ്ടത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഒരിക്കലും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരാറില്ല. അത് സാധാരണ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനോ സൈനിക വിഭാഗത്തിനോ വലിയ രീതിയിലുള്ള മേൽക്കോയ്മ ഫലസ്തീന് മേലോ അല്ലെങ്കിൽ ലെബനാന് മേലോ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചാൽ, ഇനി സിറിയയുടെ മേഖല ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചാൽ അവർ വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിലുള്ള 90 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ടിരിക്കുന്നു. അവർക്കിനി സുരക്ഷിതമില്ലാത്തൊരു സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു. കാരണം ഇവിടെ മരണപ്പെട്ട 42,000-ലധികം ആളുകൾ ഫലസ്തീൻ തന്നെ മരണപ്പെട്ടു. ഏകദേശം 1000-ലധികം ആളുകൾ അല്ല 1000-ഓളം ആളുകൾ ഇവിടെ ലെബനാന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മരണപ്പെട്ടു. പിന്നെ സിറിയയിൽ നടത്തിയ ആക്രമണത്തിലും മരണം നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്, എണ്ണത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഭാവിയിലൊക്കെ ഈ ഭാഗത്തുനിന്നൊരു പ്രത്യാക്രമണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തേക്ക് വരുമെന്നുള്ളതും അവർക്കൊരു സുരക്ഷമായിരിക്കുന്ന കവചമൊരുക്കാൻ ഇസ്രായേൽ ഗവൺമെന്റിന് ഇനി സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഭൂപ്രദേശം മാത്രം സംരക്ഷിച്ചാൽ പോരാ, അവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കണം. കാരണം എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും തകർക്കാൻ മാത്രം പാകത്തിലുള്ള സൈനിക ശക്തിയും അതിനുള്ള ആയുധ സംവിധാനങ്ങളും ആ ശത്രു രാജ്യങ്ങളുടെ കയ്യിൽ, അത് ഇനി പാലസ്തീനാണെങ്കിലും ലെബനാനാണെങ്കിലും ഇറാനാണെങ്കിലും ഈ സിറിയ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും ഈ
രാജ്യങ്ങളുടെ കൈവശത്തിലൊക്കെ ഉണ്ട്. അവസരത്തിനകത്ത് അവസരോചിതമായി അവരത് ഉപയോഗിക്കുന്നുമുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വീമ്പ് പറച്ചിലല്ലാതെ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. കുറെ ആളുകളെ കൊല്ലുന്നു എന്നല്ലാതെ ആ ആളുകളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രതികാരങ്ങൾ ഭാവിയിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് നേരെ വരില്ല എന്ന് എന്തുറപ്പ് പറയാൻ വേണ്ടി സാധിക്കുമെന്ന് സാധാരണക്കാരായിരിക്കുന്ന ഇസ്രായേലിൽ ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സൈനികപരമായ ശക്തിയും ബലമുള്ളവർ സാധാരണഗതിയിൽ വിജയിക്കും. സാധാരണക്കാർ ഒരുപാട് മരണപ്പെടും. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ നമ്മൾ കാണാറുള്ളതാണ്. ആ സ്ഥിതിവിശേഷം ഇപ്പോൾ ഇവിടെയുണ്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക്, ഇസ്രായേലിയർക്ക്, ജൂത വിഭാഗത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ 100% ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. യുദ്ധത്തിൽ വലിയ മേൽക്കോയ്മ പറഞ്ഞുകൊണ്ട് തങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ശക്തികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളാവുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ ജനങ്ങൾക്കും അവരുടെ സ്വത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകാൻ സാധിക്കാത്ത വിധം ഇസ്രായേലിന്റെ സംവിധാനങ്ങൾ തകർന്നു പോയിരിക്കുന്നു എന്നതാണ്. 100,000-ഓളം അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന 100,000-ഓളം ജൂത വിഭാഗത്തെയാണ് ഈ ഇസ്രായേൽ അവിടെ നിന്ന് മധ്യ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അവർക്ക് വേണ്ട രീതിയിൽ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, അവരുടെ വാസസ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. സാധ്യത കുറവാണ്. കാരണം അതിർത്തിയുമായി ബന്ധപ്പെട്ട മേഖലയൊക്കെ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. അവിടേക്കൊക്കെ യുദ്ധത്തിന്റെ സംവിധാനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരേക്ക് കൂടി സുരക്ഷിതത്വം ഇല്ലാത്തൊരു സ്ഥിതി വിശേഷത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആയിരിക്കുന്നത് എന്നാണ് ഇന്നലെ നടന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.